നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുതകളുടെ ഡിസ്കഷനാണ്. ക്ലാസ്സിൽ ഇരുന്ന് തന്നെ പറയുന്ന പോയിന്റ്സ് എല്ലാം പഠിച്ചിട്ട് പോവുക. ഇത് പഠിക്കാൻ വേണ്ടി നിങ്ങൾ വേറൊരു സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല. അത്രയ്ക്കും അറ്റന്റീവായിട്ട് ക്ലാസ്സിൽ ഇരിക്കുക കേട്ടോ. അപ്പൊ ക്ലാസ് കണ്ട ശേഷം ഇതിന്റെ നോട്ട് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് PDF നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതൊരു ഡൗൺലോഡ് ചെയ്യാവേ. അപ്പൊ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യത്തെ ഫാക്ട്, 2025 UNEP ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ഇന്ത്യൻ വംശജയായ സുപ്രിയ സാഹു ആണ് 2025 UNEP ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരത്തിന് അർഹയായത്. UNEP യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം ആസ്ഥാനം എവിടെയാണ്? PSC എപ്പോഴും ചോദിക്കാറുണ്ട്. നെയ്റോബി, കെനിയയിലെ നെയ്റോബിയാണ് UNEPയുടെ ആസ്ഥാനം. UNEP ഫോം ചെയ്ത വർഷം ഏതാ? 1972. സുപ്രിയ സാഹു ഇന്ത്യൻ ബ്യൂറോക്രാറ്റ് ആണ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആണ്. 1991 ബാച്ചിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആണ് സുപ്രിയ സാഹു. അപ്പോ 2025 UNEP ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ഇന്ത്യൻ വംശജയായ സുപ്രിയ സാഹുവിനാണ് ലഭിച്ചത്. ഓർക്കുക. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ആദ്യ ജലബന്ധാര തടയണ പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? എന്താണ് ഈ ജലബന്ധാര തടയണ? പുഴകളിലെ ഒഴുക്ക് നിയന്ത്രിച്ച് ഭൂഗർഭ ജലം വീണ്ടെടുക്കാൻ അല്ലെങ്കിൽ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ജലബന്ധാര തടയണ പദ്ധതി. അപ്പൊ അത് സംസ്ഥാനത്തെ ആദ്യത്തെ പദ്ധതി നിലവിൽ വരുന്നത് ഭാരതപ്പുഴയിലാണ്. ഭാരതപ്പുഴ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലായിരിക്കും സംസ്ഥാനത്തെ ആദ്യത്തെ ജലബന്ധാര തടയണ പദ്ധതി നിലവിൽ വരുന്നത്. കൃഷിക്കും കുടിവെള്ളത്തിനും ഒക്കെ വേണ്ടി ജലം കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ഈ പുഴകളിലെ ഒഴുക്ക് നിയന്ത്രിച്ച് ഭൂഗർഭ ജലം വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് ജലബന്ധാര തടയണ. ഹിമപുലികളുടെ കണക്കെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? ഹിമാചൽ പ്രദേശ്. ആ പേര് തന്നെയുണ്ട്. വേറെ സംസ്ഥാനം പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഹിമ വെച്ച് തുടങ്ങുന്ന സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ് തന്നെയാണ് ഹിമപുലികളുടെ കണക്കെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. അപ്പോ ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞ 3 ചോദ്യവും കിട്ടിയോ? 2025 UNEP ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരത്തിന് അർഹയായത് സുപ്രിയ സാഹു ആണെന്ന് ഓർക്കുക. സംസ്ഥാനത്തെ ആദ്യത്തെ ജലബന്ധാര തടയണ പദ്ധതി നിലവിൽ വരുന്നത് ഭാരതപ്പുഴയിലാണ്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ്. ഹിമപുലികളുടെ കണക്കെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? ഹിമാചൽ പ്രദേശ് ആണ്. ഹിമാചൽ പ്രദേശ്. അപ്പൊ ക്രിസ്മസ് ഒക്കെ വരാൻ പോവല്ലേ? ക്രിസ്മസിന്റെയൊക്കെ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ക്രിസ്മസ് പ്രമാണിച്ച് നിങ്ങൾക്ക് വമ്പൻ ഓഫർ ആണ് തന്നിരിക്കുന്നത്. എല്ലാ കോഴ്സുകൾക്കും 10% ഓഫർ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ പുതിയ ബാച്ച് കോഴ്സുകളുടെ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി മാസം 1-നാണ്. പുതിയ ബാച്ച് എന്ന് പറയുമ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവ്കോ, അതുപോലെ ഫയർമാൻ, CPO, WCPO മുതലായ പുതിയ ബാച്ചുകൾ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 1-നാണ്. അതുപോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പുതിയ ബാച്ച് ഒക്കെ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഓൾറെഡി ബാച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ SIയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ബാച്ചുകൾ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ അവൈലബിൾ ആണ്. എപ്പോഴാകുമ്പോൾ ക്രിസ്മസ് പ്രമാണിച്ച് 10% ഓഫ് എല്ലാ കോഴ്സുകൾക്കും ഉണ്ടായിരിക്കും. ക്രിസ്മസ് എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓഫർ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഫുൾ സിലബസ് കവറേജ് ആണ്. കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഉൾപ്പെടെ, അതുപോലെ പഴയ SCRTയും പുതിയ SCRT NCRTയും എല്ലാം ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മുടെ ആപ്പിലെ എല്ലാ കോഴ്സുകളിലും കിട്ടും. എല്ലാം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ്. അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും ആപ്പ് കിട്ടുന്നതായിരിക്കും. കമ്പ്യൂട്ടറിലും യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഫോണിലും യൂസ് ചെയ്യാം. 24/7 ആപ്പിന്റെ ആക്സസിബിലിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത് ആര്? രാജ്കുമാർ ഗോയൽ ആണ്. 2025 ഡിസംബർ മാസമാണ് ഇന്ത്യയുടെ പുതിയ CIC ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ട് ആര് നിയമിതനായത്? രാജ്കുമാർ ഗോയൽ നിയമിതനായത്. ഇതിനു മുന്നേ ആരായിരുന്നു? ഹീരാലാൽ സമരിയെ ആയിരുന്നു ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. അതിനു മുന്നേ ആരായിരുന്നു? യശ്വർദ്ധൻ കുമാർ സിൻഹ അഥവാ YK സിൻഹ ആയിരുന്നു അതിനു മുന്നത്തെ CIC. അപ്പോ രാജ്കുമാർ ഗോയലാണ് നിലവിലെ CIC. അതിനു മുന്നേ ആരായിരുന്നു? ഹീരാലാൽ സമരിയ. അതിനു മുന്നേ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ YK സിൻഹയാണ്. YK സിൻഹ. 2025 ഡിസംബർ മാസം ഇസ്രായേലിന്റെ ദേശീയ പക്ഷിയായ യൂറേഷ്യൻ ഹൂപ്പോയ
HOOPOE ഹൂപ്പോയ കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം മഞ്ഞപ്രയാണ്. മഞ്ഞപ്രയിലാണ് ഇസ്രായേലിന്റെ ദേശീയ പക്ഷിയെ അടുത്തിടെ കണ്ടെത്തിയത്. ഇസ്രായേലിന്റെ ദേശീയ പക്ഷിയുടെ പേരെന്താ? യൂറേഷ്യൻ ഹൂപ്പോയ. 2025 ഡിസംബർ മാസം ഇന്ത്യയുമായി വിവിധ മേഖലകളിലെ സഹകരണത്തിനായി എത്ര കരാറുകളിലാണ് റഷ്യ ഒപ്പുവെച്ചത്? ഇമ്പോർട്ടന്റ് ആണ്. 16 കരാറുകളിലാണ് റഷ്യ ഒപ്പുവെച്ചത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2025 ഡിസംബർ മാസം ഇന്ത്യയിൽ സന്ദർശനം നടത്തുകയുണ്ടായി. അപ്പൊ അതിനോടനുബന്ധിച്ചാണ് 2025 ഡിസംബർ മാസം ഇന്ത്യയുമായി 16 കരാറുകളിൽ റഷ്യ ഒപ്പിട്ടത്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ 3 ചോദ്യം കിട്ടിയല്ലോ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? രാജ്കുമാർ ഗോയലാണ്. 2025 ഡിസംബർ മാസം ഇസ്രായേലിന്റെ ദേശീയ പക്ഷിയെ കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം ഏത്? മഞ്ഞപ്രയാണ്. യൂറേഷ്യൻ ഹൂപ്പോയ എന്നതാണ് ആ പക്ഷിയുടെ പേര്. റഷ്യ ഇന്ത്യയുമായി 16 കരാറിൽ ഒപ്പുവെച്ചു എന്ന പോയിന്റും കൂടി ഓർക്കുക. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിന്റെ ഒരു പുതിയ സംരംഭമാണ് കെ സ്പേസ് എന്നത്. അപ്പൊ കെ സ്പേസ്, ആ സ്പേസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. കേരളത്തിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ, പ്രതിരോധ അനുബന്ധ മേഖലകൾ എന്നിവയിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച സംരംഭമാണ് കെ സ്പേസ്. അടുത്തിടെ കേരളത്തിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ, പ്രതിരോധ അനുബന്ധ മേഖലകൾ എന്നിവയിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ച സംരംഭത്തിന്റെ പേരെന്താണ്? കെ സ്പേസ്. ഓർക്കുക, കെ സ്പേസ്. ഇന്ത്യയിലെ ആദ്യ ദേശീയ പവിഴപ്പുറ്റ് ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്നത് എവിടെയാണ്? ദക്ഷിണ ആൻഡമാൻ. ദക്ഷിണ ആൻഡമാനിലാണ് ഇന്ത്യയിലെ ആദ്യ ദേശീയ പവിഴപ്പുറ്റ് ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. പവിഴപ്പുറ്റ്, ദക്ഷിണ ആൻഡമാൻ. അടുത്തത് ഒരു പദ്ധതിയാണ് കേരള സാക്ഷരതാ മിഷൻ മുതിർന്നവർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതി. കാഴ്ച വെല്ലുവിളി നേരിടുന്ന മുതിർന്നവർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദീപ്തി ബ്രെയിൽ. അപ്പൊ ബ്രെയിൽ ലിപി എന്നത് കാഴ്ച പരിമിതി നേരിടുന്നവർക്ക് വേണ്ടിയുള്ള ലിപി അല്ലേ. അപ്പൊ ദീപ്തി ബ്രെയിൽ എന്നത് കാഴ്ച വെല്ലുവിളി നേരിടുന്ന മുതിർന്നവർക്ക് വേണ്ടി സാക്ഷരതാ മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഏത്? ദീപ്തി ബ്രെയിൽ. ഓർക്കുക, ദീപ്തി ബ്രെയിൽ. കിട്ടിയല്ലോ, ഇത്രയും ചോദ്യം കിട്ടിയല്ലോ. അടുത്തത്, ഭൂമിയിലെ ജൈവിക നിലനിൽപ്പിന് ഭീഷണിയാകുന്ന ഓരോ ഘടകവും കണ്ടെത്താൻ ഇന്ത്യയും അമേരിക്കയും ചേർന്ന് നടത്തിയ സംയുക്ത ബഹിരാകാശ ദൌത്യം നിസാർ. നിസാർ ദൌത്യത്തെ കുറിച്ച് നമ്മൾ മുന്നേയും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു അഡീഷണൽ പോയിന്റും കൂടെ ഓർക്കുക. ഭൂമിയിലെ ജൈവിക നിലനിൽപ്പിന് ഭീഷണിയാകുന്ന ഓരോ ഘടകവും കണ്ടെത്താൻ നിസാർ ദൌത്യം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഭൂമിയിലെ ജൈവിക നിലനിൽപ്പിന് ഭീഷണിയാകുന്ന ഓരോ ഘടകവും കണ്ടെത്താൻ നിസാർ ദൌത്യം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുകൂടി ഓർക്കുക. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന വാട്ടർ ടാക്സി പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? വാരണാസി. വാരണാസിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന വാട്ടർ ടാക്സി, വെറും ടാക്സി അല്ല, വാട്ടർ ടാക്സി പ്രവർത്തനം ആരംഭിച്ചത് വാരാണസിയിലാണ്. അടുത്ത ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. മുഷ്താഖ് അലി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ് സൂര്യവംശി. വൈഭവ് സൂര്യവംശിയാണ് മുഷ്താഖ് അലി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? വൈഭവ് സൂര്യവംശിയാണ്. വൈഭവ് സൂര്യവംശി. അപ്പൊ ഈ പറഞ്ഞ 3 ചോദ്യവും കിട്ടിയല്ലോ. കിട്ടിയില്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. സഹകരണ മേഖലയിലെ ഓസ്കാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കോഓപ്പറേറ്റീവ് ഗ്ലോബൽ എക്സലൻസ് അവാർഡ് ലഭിച്ച രാജ്യത്തെ ആദ്യത്തെ സഹകരണ സംഘം. ഈ ചോദ്യവും നോട്ട് ചെയ്തോളൂ. കാരണം കൊല്ലം ജില്ലയിലെ NS സഹകരണ ആശുപത്രിക്കാണ് സഹകരണ മേഖലയിലെ ഓസ്കാർ എന്ന് വിശേഷിപ്പിക്കുന്ന കോഓപ്പറേറ്റീവ് ഗ്ലോബൽ എക്സലൻസ് അവാർഡ് ലഭിച്ചത്. അപ്പൊ സഹകരണ മേഖലയിലെ ഓസ്കാർ എന്ന് വിശേഷിപ്പിക്കുന്ന പുരസ്കാരം ഏതാണ്? കോഓപ്പറേറ്റീവ് ഗ്ലോബൽ എക്സലൻസ് അവാർഡാണ്. അത് ലഭിച്ച രാജ്യത്തെ ആദ്യത്തെ സഹകരണ സംഘം കൂടിയാണ് കൊല്ലം ജില്ലയിലെ NS സഹകരണ ആശുപത്രി. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ക്ഷീരദിനമായി ആചരിക്കുന്നത്? നാഷണൽ മിൽക്ക് ഡേ ഓഫ് ഇന്ത്യ എന്നാണ്. നവംബർ 26 ആണ്. ഭരണഘടനാ ദിനത്തിന്റെ അന്ന് തന്നെയാണ് ദേശീയ ക്ഷീരദിനം. അപ്പൊ ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ക്ഷീരദിനമായി ആചരിക്കുന്നത്? ധവള വിപ്ലവത്തിന്റെ പിതാവ്, ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ്, മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ക്ഷീരദിനമായി ആചരിക്കുന്നത് എന്ന് ഓർക്കുക. 2025 നവംബർ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്ത ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിക്കാൻ ശേഷിയുള്ള കൈറൂട്ടിന്റെ ആദ്യ പരിക്രമണ റോക്കറ്റിന്റെ പേരാണ് വിക്രം 1. വിക്രം 1 എന്നത് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിക്കാൻ ശേഷിയുള്ള
കൈറൂട്ടിന്റെ ആദ്യ പരിക്രമണ റോക്കറ്റാണ് വിക്രം-1. ഈ ഒരു റോക്കറ്റ് അനാച്ഛാദനം ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. അപ്പൊ ഈ പറഞ്ഞ 3 ചോദ്യവും കിട്ടിയല്ലോ, ഇപ്പൊ തന്നെ പഠിച്ചില്ലേ. അടുത്ത ചോദ്യം, ടൈം മാഗസിൻ CEO ഓഫ് ദ ഇയർ 2025 ആയി തെരഞ്ഞെടുത്ത ഇന്ത്യൻ വംശജൻ നീൽ മോഹൻ. നീൽ മോഹൻ ഏതിന്റെ CEO ആണ്? യൂട്യൂബിന്റെ CEO ആണ് നീൽ മോഹൻ. അപ്പൊ CEO ഓഫ് ദ ഇയർ 2025 ആയിട്ട് ടൈം മാഗസിൻ തെരഞ്ഞെടുത്തത് നീൽ മോഹനെയാണ്. യൂട്യൂബിന്റെ CEO ആണ് നീൽ മോഹൻ. ആ ഫാക്ട് ഓർത്തോണേ. കേന്ദ്ര സർക്കാരിന്റെ നയം അനുസരിച്ച് മെട്രോ റെയിലിന് അനുമതി ലഭിക്കാൻ ഒരു നഗരത്തിൽ എത്ര ജനസംഖ്യ ഉണ്ടായിരിക്കണം? 20 ലക്ഷം ജനസംഖ്യ ഒരു നഗരത്തിൽ ഉണ്ടെങ്കിൽ ആ നഗരത്തിന് മെട്രോ റെയിലിന്റെ അനുമതി ലഭിക്കുന്നതാണ്. 20 ലക്ഷം. ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സിൽ ഓവറോൾ ചാമ്പ്യന്മാരായ ടീം കേരളയാണ് ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് കേരളമാണ്. അടുത്ത ഫാക്ട്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ട്, ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഫാക്ട് ആണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരുപാട് അഴിച്ചുപണികൾ കേന്ദ്രം നടത്തി. അതിന്റെ പേരിൽ തന്നെയാണ് ആദ്യത്തെ അഴിച്ചുപണി നടത്തിയത്. പേര് എന്താക്കി? VB ജിറാംജി എന്ന പേരിലേക്കാണ് ആക്കിയത്. VB ജിറാംജി എന്ന പേരിലാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മാറ്റിയത്. ആദ്യം നിർദ്ദേശിച്ചിരുന്ന പേര് പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജന എന്നായിരുന്നു. പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജന എന്നായിരുന്നു ആദ്യം നിർദ്ദേശിച്ച പേര്. പിന്നീട് ഇപ്പോ അംഗീകരിച്ചിരിക്കുന്നത് VB ജിറാംജി എന്ന പേരാണ്. VB ജിറാംജി. അപ്പൊ എന്താണ് ഈ VB ജിറാംജി? അതിന്റെ ഫുൾ ഫോം വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ. വളരെ ഇമ്പോർട്ടന്റ്, ഈ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചേക്കാം. VB ജിറാംജി ഫുൾ ഫോം നോക്കിയിരിക്കുക. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പുതിയ പേര്. ഈ ഒരു ബില്ല് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? അതും ഇമ്പോർട്ടന്റ് ആണ്. കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ആണ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഗാന്ധിജിയുടെ പേര് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടാണ് VB ജിറാംജി എന്ന തലക്കെട്ടോടെ ബില്ല് അവതരിപ്പിച്ചത്. ഈ ഒരു ബില്ല് പ്രകാരം തൊഴിലുറപ്പ് വേതനത്തിന്റെ 40% വഹിക്കേണ്ടത് സംസ്ഥാനമാണ്. അപ്പോ 40% വിഹിതം ഇനി സംസ്ഥാനം വഹിക്കണം. പിന്നെ ഒരു പ്രത്യേകത, 100 ദിവസത്തെ തൊഴിൽ ദിനങ്ങളല്ലേ പ്രദാനം ചെയ്തിരുന്നത്, അത് മാറ്റി കുറഞ്ഞത് 125 ദിവസത്തെ തൊഴിൽ ദിനങ്ങളായിരിക്കും കൊടുക്കുന്നത്. നിലവിലെ നിയമത്തിൽ നിന്നും വ്യത്യസ്തമായി കേന്ദ്ര ആവിഷ്കൃത പദ്ധതി എന്നാണ് ബില്ലിന്റെ പ്രഖ്യാപനം. അപ്പൊ ഇതിന്റെ ഫുൾ ഫോം ഓർക്കുക. ഈ ഒരു ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണെന്ന് ഓർക്കുക. കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ആണ് അവതരിപ്പിച്ചത്. ഈ ഒരു ബിൽ പ്രകാരം 40% വേതനത്തിന് 40% വഹിക്കേണ്ടത് സംസ്ഥാനമാണ്. 100 തൊഴിൽ ദിനങ്ങൾ എന്നുള്ളത് 125 മിനിമം തൊഴിൽ ദിനങ്ങൾ എന്നാക്കി മാറ്റുകയും ചെയ്തു. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് VB ജിറാംജി എന്നതാണ്. അടുത്ത ചോദ്യം, 2025 ഒക്ടോബറിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ആരാണ്? സഞ്ജു സാംസൺ ആയിരുന്നു 67ാമത് കേരള സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ. ഇപ്പോൾ മറ്റൊരു ബ്രാൻഡ് അംബാസിഡർ ആയി കൂടി ഇദ്ദേഹം നിയമിതനായി. 2025 ഒക്ടോബർ മാസം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് എന്ന് ചോദിച്ചാൽ സഞ്ജു സാംസൺ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത എല്ലാ ചോദ്യവും പ്രധാനപ്പെട്ടതാണ്. എല്ലാം ക്ലാസ്സിൽ ഇരുന്ന് തന്നെ പഠിച്ചിട്ട് പോയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒന്ന് റിവൈസ് ചെയ്യുക. അതിനുവേണ്ടി ഇതിന്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ ഇട്ടേക്കാം. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും കയറി ഒന്ന് ജോയിൻ ചെയ്തേക്കണേ. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ബാച്ച് കോഴ്സുകൾ അവൈലബിൾ ആണ്. പുതിയ ബാച്ച് VFA, ബെഫ്കോ LD അത് ഇൻക്ലൂഡഡ് ബാച്ച് ആണ്. 2 പരീക്ഷയ്ക്കും ഈ ഒരൊറ്റ ബാച്ച് നിങ്ങൾ എടുത്താൽ മതി. ക്ലാസ് ജനുവരി 1 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ക്രിസ്മസ് ഓഫർ അവൈലബിൾ ആണ്. അത് എല്ലാ ബാച്ച് കോഴ്സിനും ക്രിസ്മസ് ഓഫർ അവൈലബിൾ ആണ്. ക്രിസ്മസ് എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫീസിൽ 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എക്സാം വരെ കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. CPO, WCPO ഒക്കെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ജനുവരി 1 തന്നെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടെ SI ബാച്ച് സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടെയാണ്. പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ബാച്ച് ആണ് SI ഒക്കെ.
അതും വളരെ തുച്ഛമായിട്ടുള്ള ഫീസേ ഉള്ളൂ. 2,999 മാത്രമേ SI ഒക്കെ ഫീസ് വരുന്നുള്ളൂ. 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഫീസ് അടയ്ക്കാനും പറ്റും. മെയിൻസ് എക്സാം കഴിയുന്നത് വരെ കോഴ്സിന്റെ വാലിഡിറ്റിയും കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരെയും ഒന്ന് അറിയിക്കുമല്ലോ. എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ് ആപ്പിൽ ക്ലാസ്സുകൾ കിട്ടുന്നത്. ഓക്കെ, കയറി ജോയിൻ ചെയ്തോളാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്